ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശലോം പ്രേക്ഷകരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ അവസരത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാരിദ്ര്യം പലപ്പോഴും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഹൃദയത്തിലുണ്ട് എങ്കിൽ കർത്താവ് പറയുകയാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. കാരണം എല്ലാവരും ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല. എല്ലാവരുമൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ ഇടയായാൽ തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ പലരുടെയും ചിന്ത വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അനേകം ധ്യാനങ്ങളിലൊക്കെ സംബന്ധിച്ച വ്യക്തികളാണ്. നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നമ്മൾ തീക്ഷ്ണത മങ്ങിക്കഴിയുമ്പോൾ കർത്താവ് പറയുകയാണിത്. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്. എനിക്കൊന്നിനും കുറവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗ്യമില്ല. ദൈവിക സമ്പത്ത് നമ്മിലുണ്ടാവില്ല. എന്നാൽ ഞാൻ കുറവുള്ളവനാണ് എന്ന് പറയും. കുറവുള്ളവനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ദൈവം ആ കുറവ് പരിശുദ്ധാത്മാവിനാൽ നികത്തുവാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമെല്ലാം വന്നു നിറയുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അലസത, മടി, ഇവയെക്കുറിച്ചൊക്കെ. അത് നമുക്കെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ഈ മടിയെക്കുറിച്ചോ ഒന്നും പശ്ചാത്തപിക്കാറില്ല. നമ്മൾ പശ്ചാത്തപിക്കുന്നത് വലിയ വലിയ പാപങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ പശ്ചാത്തപിച്ചെന്നിരിക്കും. എന്നാൽ ഈ മടി പലപ്പോഴും നമ്മൾ തിരിച്ചറിയുകയില്ല. അതുകൊണ്ട് നമ്മിലുള്ള ഈ മടിയെക്കുറിച്ച്, അതാണ് മന്ദത എന്ന് പറയുന്നത്. ഈ മന്ദതയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, നീ ചൂടോ തണുപ്പോ ഉള്ളവനാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അപ്പോൾ അലസതയെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകൊണ്ട് നിന്നെ ഞാൻ മാറ്റിക്കളയും. നിന്നെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങളെയും എന്നെയും കർത്താവ് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ച് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മിൽ ഞാനെല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാൻ സമ്പന്നനാണ്, ആത്മാവിൽ സമ്പന്നനാണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മളോട് കർത്താവ് പറയുന്ന ഇതാണ്, നീ മന്ദോഷ്ണവാനാണ്, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അതുകൊണ്ട്
പലപ്പോഴും ഈ എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കാം ഒരുപക്ഷെ മടി എന്ന പാപത്തിലേക്ക് ഞാൻ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിച്ചതൊക്കെ വായിച്ചു കഴിഞ്ഞു, ഞാൻ ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എത്ര പ്രാവശ്യം വായിച്ചിരിക്കുന്നു, ഇനി ഞാൻ എന്തിനാണ് വായിക്കുന്നത്, ഇനി ബൈബിൾ വായിക്കാനുള്ള മടി, ഞാൻ എത്രയോ പ്രാർത്ഥനകളാണ് ചൊല്ലി തീർത്തിരിക്കുന്നത്, ചൊല്ലി തികച്ചിരിക്കുകയാണ്, അനേകം പ്രാർത്ഥനകൾ ചൊല്ലി തീർത്തിട്ടുണ്ട്, അപ്പോൾ ഇനി ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കാനുള്ള ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒക്കെ വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മൾ അനഭിമതരായി മാറും നമ്മളറിയാതെ. അതുകൊണ്ട് ഈ മടിയെക്കുറിച്ച് നമുക്കൊന്ന് പശ്ചാത്തപിക്കാം. ഈ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. 10-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ. അപ്പം ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ഇവിടെ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അലസതയിൽ ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായ ഈ ദിവസങ്ങളിൽ നമ്മുടെ കഴിഞ്ഞകാല ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശ്രവിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അലസത മൂലം അല്ലെങ്കിൽ നമ്മുടെ മടി മൂലം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അനേകം അവസരങ്ങൾ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ദൈവവചന ധ്യാനത്തിനായും എല്ലാം ചിലവാക്കേണ്ടിയിരുന്ന സമയം നമ്മൾ വെറുതെ പാഴാക്കിയതിനെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കാം. ഈ ലോകം മുഴുവനും ഇന്നത്തെ ഈ കൊറോണ മഹാമാരി ഇങ്ങനെ പടർന്നു പിടിക്കുന്നതായ അവസരത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നിങ്ങൾക്കും എനിക്കും വലിയ ഉത്തരവാദിത്വം തന്നെയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ശുശ്രൂഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുവാനുമൊക്കെ ഉത്തരവാദിത്വമുള്ള വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനിയും. എന്നാൽ നമ്മുടെ അലസത മൂലം നമ്മൾ ഈ അവസരങ്ങളെല്ലാം പാഴാക്കി കളയുമ്പോൾ ദൈവമാണ് വേദനിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുകയാണ്. റോമർ 12:11 പറയുകയാണ്, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. അതിലൂടെ പറയുകയാണ്, നിങ്ങളുടെ തീഷ്ണതയിൽ നിങ്ങൾ മാന്ദ്യം കൂടാതെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മിൽ നിന്നും കത്തിപ്പടരേണ്ടതായ അഗ്നിയെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാൻ ഉള്ളതാകട്ടെ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ. ഏലിയ പ്രവാചകനൊക്കെ തീഷ്ണതയിൽ ജ്വലിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഏലിയ പ്രവാചകൻ തീഷ്ണതയാൽ ജ്വലിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. 1 രാജാക്കന്മാർ 19:10. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. അപ്പം ഏലിയ പ്രവാചകൻ ഒരു ഗുഹയിൽ കയറി അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം ഏലിയ പ്രവാചകൻ കേൾക്കുകയാണ്.
അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന്. നിങ്ങളോടും എന്നോടും എല്ലാം നമ്മൾ ഈ അലസതയിൽ കഴിയുന്നതായ സമയത്ത്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അലസതയുടെ ആ അവസ്ഥയിൽ കർത്താവ് നിങ്ങളോടും എന്നോടും ചോദിക്കുന്നുണ്ട്, മകനെ, മകളെ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നിനക്കുള്ള ഉത്തരവാദിത്വം നീ ചെയ്യുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? അതോ നീ അലസതയിൽ ഇതെല്ലാം പാഴാക്കി കളയുകയാണോ? അപ്പോൾ ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. വീണ്ടും 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വീണ്ടും കർത്താവ് ചോദിക്കുന്നുണ്ട്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന്. അപ്പോൾ അതായത് ഏലിയ ഗുഹയിലായിരുന്ന സമയത്ത്, കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന സമയത്ത് വലിയ പാറകൾ പിളർന്ന് കാറ്റുകൾ, ഭൂകമ്പം ഉണ്ടായി. അപ്പം അവിടെയെങ്ങും കർത്താവിനെ കാണുവാനായിട്ട് ഏലിയാവിന് സാധിച്ചില്ല. അപ്പോൾ ഏലിയ മുഖം മറച്ചുകൊണ്ട്, മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്ത് വരുന്നു. പുറത്ത് വന്നിട്ട് ഗുഹാമുഖത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട്, മകനെ, മകളെ, നീ എന്ത് ചെയ്യുകയാണ്? നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതുക്കത്തിനായിട്ടും ജ്വലനത്തിനായിട്ടും ഈ ദിവസങ്ങൾ ചെലവഴിക്കുകയാണല്ലോ. മകനെ, മകളെ, നീ എന്ത് ചെയ്യുകയാണ്? ഏലിയ പ്രവാചകൻ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതാ കർത്താവിനെ പ്രതി അതീവ തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന്. പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ അഗ്നി പോലെ ജ്വലിച്ചു. ഏലിയ അഗ്നി പോലെ ജ്വലിച്ചു. ഏലിയാവിൻ്റെ തീഷ്ണത. ഇനിയും ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഗ്നി പോലെയുള്ള ജ്വലനമാണ്. എന്നാൽ നമ്മുടെ മടിയും നമ്മുടെ അലസതയും ഇതാ നമ്മളിലുള്ള അഗ്നി കെടുത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഈ നിരാശയ്ക്ക് അടിമപ്പെടുന്നതായ വ്യക്തികൾ ഈ ലോക്ക്ഡൗണിൽ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു, ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ശമ്പളം കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ അവസ്ഥ, ഒരുപക്ഷെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ വന്നേക്കുമോ എന്നുള്ള പേടി, പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുമല്ല, ഈ ഒരു മുറിയിൽ തന്നെ അടച്ചിരിക്കുന്ന അവസ്ഥ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന അവസ്ഥ ആയി വന്നു എന്ന് വരാം. നമ്മുടെ മനസ്സൊക്കെ മടുത്തു പോകുന്ന ഒരവസ്ഥ, അതായിരിക്കാം ഒരുപക്ഷെ നമ്മളെ അലസതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ചിലർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു അവസ്ഥയാകാം. പിന്നെ ചിലർ പറഞ്ഞ് പേടിപ്പിക്കും, ലോകാവസാനമൊക്കെ ആയി എന്ന്, ഇനി ഇതെല്ലാം തീരാൻ പോവുകയാണ്, ഇനിയിപ്പം വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമില്ല എന്നുള്ള പേടിപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മളെ അലസതയിലേക്കും നമ്മളെ നിരാശയിലേക്കും ഒക്കെ നയിക്കുന്നുണ്ടാകാം. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. നമുക്ക് അനേകം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും ഒക്കെയുള്ള വ്യക്തികളായിരിക്കും ഒരുപക്ഷെ ഇത് ശ്രവിക്കുന്നത്. എന്നാൽ വീണ്ടും നമ്മൾ ചോദിക്കണം. അവിടെയാണ് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ വചനത്തിൻ്റെ പ്രസക്തി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അപ്പം ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വസ്തുക്കളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അളവ് ഉണ്ടാവും.
അളക്കാനുള്ളൊരു വസ്തു. അത് വെച്ചാൽ അളന്നാണ് എന്ന് വെച്ചാൽ 1 കിലോ ചോദിച്ചാൽ അളന്ന് 1 കിലോ കൊടുക്കുകയാണ്. പക്ഷെ കർത്താവ് നിങ്ങൾക്കും എനിക്കും തരാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും പരിശുദ്ധാത്മാവിനെ മതി, ഈ ആൾക്ക് ഇത്രയും പരിശുദ്ധാത്മാവിനെ മതി എന്നല്ല. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മിൽ അലസതയുണ്ട് എങ്കിൽ, നമ്മിൽ അലസതയും മടിയുമാണ് നമ്മുടെ ഹൃദയത്തെ പിടിച്ചിരിക്കുന്നതെങ്കിൽ, മന്ദീഭവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ തിരുവചനം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നൽകും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്കെല്ലാം സുപരിചിതമായ വചനമാണിത്. 9 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. എന്നിട്ട് കർത്താവ് ഉപമ പറയുകയാണ്, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? നമുക്കറിയാം, നമ്മുടെ അമ്മയോട് ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ നമ്മളോട് പറയുകയില്ല, നിനക്ക് മുട്ടക്കറിയല്ല, നിനക്ക് തേൾ വെച്ച് തരാം, തേളിൻ്റെ കറി വെച്ച് തരാം എന്നൊരിക്കലും നമ്മുടെ അമ്മമാർ പറയുകയില്ല. അപ്പോൾ കർത്താവ് വളരെ ലളിതമായിട്ട് പറയുകയാണ്, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക. ഇന്ന് എനിക്ക് മീൻകറി വേണം അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീൻകറി തന്നെ അമ്മ വെച്ച് തരും. അങ്ങനെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക്, നമ്മളെക്കുറിച്ച് കർത്താവ് പറയുകയാണ് ദുഷ്ടർ എന്നാണ് പറയുന്നത്. ദുഷ്ടരായ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ഇതാ ദൈവം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കും. അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങളും ഞാൻ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണെന്നറിയാമോ? ഞാൻ സമ്പന്നനല്ല, പരിശുദ്ധാത്മാവിൽ ഞാൻ സമ്പന്നനല്ല എന്നറിയണം. ഞാൻ ആത്മാവ് എനിക്കിനിയും ആവശ്യമുണ്ട് എന്ന് ഞാൻ അറിയണം. അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രനാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കൂ. ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്കത് തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ, എനിക്കിത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ചോദിക്കുകയില്ല. ഉദാഹരണത്തിന് എനിക്കൊരു പുസ്തകം വേണം, ഉണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ട്, അപ്പോൾ എനിക്കിനി ചോദിക്കേണ്ട. എന്നാൽ മറ്റൊരാളുടെ കയ്യിൽ ആ പുസ്തകം ഇരിപ്പുണ്ട്, അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ആ പുസ്തകം ഒന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇല്ലായ്മ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ ചോദിക്കണമെങ്കിൽ നമുക്ക് നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യത്തെ തിരിച്ചറിയണം. അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്നവൻ തീർച്ചയായും പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നമ്മുടെ ഹൃദയങ്ങളിൽ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം സമൃദ്ധമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ നമ്മൾ ചോദിക്കുവാൻ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കാം. നമ്മിൽ പ്രത്യേകമായി ഈ ചോദിക്കുവാൻ തടസ്സമായി കിടക്കുന്ന നമ്മളിലുള്ള ആ സമ്പന്നത എന്നുള്ള ചിന്ത, ഞാൻ പരിശുദ്ധാത്മാവിൽ സമ്പന്നനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്കത് കളയാം. കാരണം ഞാനൊരു കന്യാസ്ത്രീയെ പരിചയപ്പെട്ടിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴാ കന്യാസ്ത്രീ പറയുകയാണ്, അവർ ആദ്യം ഒരു ക്രൈസ്തവ യുവതിയായിരുന്നു. അതിനുശേഷം അവർ ഒരു കത്തോലിക്ക സഭയിൽ അംഗമായി. അവരിപ്പോൾ ഒരു വളരെ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ഒക്കെ ഉള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കുകയാണ്. അപ്പോഴവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യമായിട്ട് അവരിങ്ങനെ ശ്രവിക്കുമ്പോൾ ഒരു ധ്യാനത്തിലൂടെയാണ് അറിയുന്നത്. അപ്പം ഇങ്ങനെ അവർ വചനം ശ്രവിച്ചു, ചോദിക്കുവിൻ, കർത്താവിനെ
പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്ന് അവരാ വചനം ശ്രമിച്ചപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ഞാൻ കർത്താവിനോട് ചോദിക്കും. എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നറിയാമോ? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പക്ഷേ സാധാരണ വ്യക്തികളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് പോരാ എനിക്ക്. പത്രോസ്ലീഹായിലും പൗലോസ്ലീഹായിലും നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം എന്ന് പറയും. അവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. അവർക്ക് അനേകം ദർശനങ്ങൾ ആ സമയം മുതൽ അവർക്ക് ലഭിക്കാൻ തുടങ്ങിയെന്നാണ് ആ കന്യാസ്ത്രീ പറയുന്നത്. അവർ മാതാവ് സംസാരിക്കുന്നു, കർത്താവ് സംസാരിക്കുന്നു. അവർ ഓരോ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ കുദാശകളെക്കുറിച്ച്, മരിച്ചുപോയവരെക്കുറിച്ചുള്ള പ്രാർത്ഥനകളെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അവർക്കിങ്ങനെ ലഭിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ തീക്ഷ്ണമായി ആഗ്രഹിച്ചു പത്രോസ്ലീഹായിലും പൗലോസ്ലീഹായിലും നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് തന്നെ വേണം എന്ന്. പത്രോസ്ലീഹായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന് നമുക്കറിയാം. ഇത് പൗലോസ്ലീഹായിൽ നിറഞ്ഞ ആത്മാവ്, പൗലോസ്ലീഹായിൽ നിറഞ്ഞ കൃപയെക്കുറിച്ച് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ് 1 തിമോത്തിയോസ് 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞ് ഒഴുകി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കുണ്ട്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്കുണ്ട്. പക്ഷേ പൗലോസ്ലീഹായിൽ അത് കവിഞ്ഞൊഴുകി, നമ്മിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകിയിട്ടുണ്ട്. പക്ഷേ ഇതാ പൗലോസ്ലീഹായിലേക്ക് കവിഞ്ഞൊഴുകി. എന്നിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹായുടെ പശ്ചാത്താപവും നമ്മുടെ പശ്ചാത്താപവും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പശ്ചാത്താപമൊന്നും യഥാർത്ഥത്തിൽ അത്രമാത്രം ഒന്നും ആഴപ്പെട്ടിട്ടില്ല എന്ന്. അത്രമാത്രം പൗലോസ്ലീഹ പശ്ചാത്തപിച്ചതുപോലെ നമ്മൾ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ പൗലോസ്ലീഹായിൽ നിറഞ്ഞു നിന്ന അതേ കൃപ, അതേ പരിശുദ്ധാത്മാവ്, അതേ ഒഴുക്ക് നമ്മിലും ഉണ്ടാകേണ്ടതില്ല. ഇതാ ആ കന്യാസ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് പശ്ചാത്തപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിച്ച നമ്മളിലുള്ള അലസതകളെക്കുറിച്ചും നമ്മളിലുള്ള മടിയെക്കുറിച്ചുമൊക്കെ നമുക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് തീക്ഷ്ണമായ ആ തീക്ഷ്ണത ലഭിക്കുവാനായിട്ട് നമുക്ക് പത്രോസ്ലീഹായിലും പൗലോസ്ലീഹായിലും കവിഞ്ഞൊഴുകിയ അതേ കൃപയിൽ നിറയുവാനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.